ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ എല്ലാവരുടെയും എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല സമാധാനമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ആഗ്രഹമുള്ളൊരു സംഭവമാണ് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ്, പിന്നെ നമ്മുടെ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അതിൻ്റെ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും കേട്ടോ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഗായ്സ്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വൈറ്റമിൻ ഡി കൊള്ളലാണ് കേട്ടോ. എനിക്ക് വൈറ്റമിൻ ഡി ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് കിട്ടുന്ന വൈറ്റമിൻ ഡി ഒക്കെ ഞാൻ നന്നായിട്ട് കൊള്ളും. രാവിലെ ഒരു 10-10:30 വരെയുള്ള വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള വെയിൽ, 10 മണിയുടെ വെയിലും ഭയങ്കര സീനാണ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞ് പിന്നെ എൻ്റെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഇങ്ങനെ നോക്കി നടക്കലാണ് കേട്ടോ എൻ്റെ അടുത്ത പണി. അപ്പോൾ നമ്മുടെ ചാമ്പക്ക നന്നായിട്ട് സെറ്റായി വളർന്നു വരുന്നുണ്ട് കേട്ടോ. കുറേ മുട്ടിട്ടിട്ടുണ്ട്, പിന്നെ കുറേയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്. നോമ്പായ കാരണം ഞാനങ്ങനെ പൊട്ടിക്കാറില്ല. പിന്നെ നമ്മുടെ റംബൂട്ടാൻ പൂവിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അതുമല്ല ഇങ്ങനെ ചെറിയ ചെറിയ തേനീച്ചകളാണെന്ന് തോന്നുന്നു ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റംബൂട്ടാനും നല്ല ഉഷാറാണ്. പിന്നെ ഇതാണ് എൻ്റെ മുറ്റത്തെ മുല്ല. മുല്ല ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്, പക്ഷെ പൂവൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ മതിലിന് പകരം ഇതുപോലൊരു ഷീറ്റാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുല്ലനിങ്ങനെ ചുറ്റി ചുറ്റി നമ്മുടെ ചാമ്പ വരെ എത്തിച്ചിട്ടുണ്ട്. ഇതിനിങ്ങനെ മുകളിലേക്ക് പടർത്തിയിട്ട് ഫുള്ളായിട്ട് ഈ ഒരു ഷീറ്റുമ്മൽ ചുറ്റി വെക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. പിന്നെ ഇത് എപ്പോഴാണ് പൂവിടാന്നൊന്നും അറിയില്ല കേട്ടോ. ചെടി നന്നായിട്ട് വലുതായിട്ടായിരിക്കും പൂവിടുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ വരുന്ന ആ ഒരു ചെറിയ ഇതുണ്ടല്ലോ, ഇതിനെന്താ പറയുക, ഈ ഒരു സംഭവം ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കും. പിന്നെ ചുറ്റി വെച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, വാപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമ്മ തൊടരുതെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം അത് ചെറിയ തണ്ടല്ലേ, അപ്പോൾ അത് വളർന്ന് വരണല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും തൊട്ട് കഴിഞ്ഞാൽ അത് വളരൂല എന്നാണ് വാപ്പി പറയണേ. പക്ഷേ ഞാൻ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുറ്റി വെക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ചാമ്പക്ക മുകളിൽ ഇങ്ങനെ പഴുത്തെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പൊട്ടിക്കാണ്ട് ഒരു സമാധാനവും ഇല്ല. പിന്നെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആരും കഴിക്കാനില്ലല്ലോ, എല്ലാവർക്കും നോമ്പല്ലേ. അപ്പോൾ ഞാൻ പൊട്ടിക്കാണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണതിന് മുന്നേ ഡെസ്കൊക്കെ ഞാൻ നന്നായിട്ട് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാറുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യം മുതൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമ്മൾ കുറച്ച് വീഡിയോസിലൊക്കെ ഈ ഒരു വൈറ്റ് ഷീറ്റ് ഇല്ലാണ്ടൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഡെസ്കിൽ ഇത്രയും പൊടി വരുന്നത് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ വൈറ്റ് ഷീറ്റ് വെച്ച സമയത്താണ് ഡെസ്കിൽ വരുന്ന പൊടി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നത്. കാരണം നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ പൊടി നന്നായിട്ടുണ്ടാവും രാവിലെ എണീറ്റ് കഴിയുമ്പോൾ കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ ഡെസ്ക് ക്ലീൻ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുക. എനിക്കാണെങ്കിൽ പിന്നെ ഡസ്റ്റിൻ്റെ അലർജി ഉള്ളത് കാരണം ഒരു 10-20 തുമ്മലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് വരാം. കഷ്ടപ്പാടാണ് ഗൈസ്. പിന്നെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ ഒരു പൊടി തട്ടലും തുടയ്ക്കലും ക്ലീനിങ് ഒക്കെയാണ്. അങ്ങനെ നമ്മുടെ റൂം ഇവിടെ സെറ്റായിട്ടുണ്ട്. ചുമരുമ്മൽ മൊത്തം നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. മൊത്തത്തിൽ കൊളായിരിക്കുകയാണ്. ഇതൊക്കെ ഇനി ഒന്ന് മേക്ക് ഓവറൊക്കെ ചെയ്യണം. അങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ കണ്ടൻറ്റുകളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കണ്ടൻറ്റൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ ഐഡിയാസ് വരുന്ന സമയത്ത് എന്തെങ്കിലും പേപ്പറിലോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ ബുക്കുകളിലൊക്കെയാണ് എഴുതി വെക്കുക. എല്ലാ സമയവും ഞാൻ വേറെ വേറെ ബുക്കുകളിലാണ് കേട്ടോ എഴുതി വെക്കാറ്. അപ്പോൾ ഞാൻ വാപ്പിനോട് എനിക്ക് വലിയൊരു ബുക്ക് വാങ്ങി തരാൻ പറഞ്ഞിട്ട് വാപ്പി വാങ്ങി തന്നതാണ്. ഈ ഒരു A4 ഷീറ്റിലാണ് ഞാൻ കണ്ടൻറ്റ് ഐഡിയാസൊക്കെ വരുമ്പോൾ എഴുതി വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ ബുക്ക് കിട്ടിയ സന്തോഷത്തിൽ ഫുള്ളായിട്ടിരുന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മാസത്തേക്കുള്ള കണ്ടൻറ്റ് ഫുള്ളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ലൂസിഫർ ഇരുന്ന് കാണുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, പെരുന്നാളിൻ്റെ അന്ന് എമ്പുരാൻ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാനായിട്ടാണ് കാണുന്നത്. കാരണം ഈ ഒരു സിനിമ കുറച്ച് നാൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഫുള്ളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് പെരുന്നാൾ റിലേറ്റഡ് ആയിട്ട് ഒരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞ് വേഗം പണികളൊക്കെ തീർത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഇനി പോണേൻ്റെ തലേ ദിവസം ഫുള്ളായിട്ടിരുന്ന് സിനിമ കാണണം, എന്നാലേ ആ ഒരു രസമുള്ളൂ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു ജേർണലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് ഇടാനായിട്ട്. ഇന്നലെ നമ്മൾ ഇട്ടില്ലേ ആ ജേർണലിങ്. പിന്നെ ഞാനും ഉമ്മയും കൂടെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഷോപ്പിംഗ് എന്നൊക്കെ വലിയ കാര്യത്തിൽ പറയുന്നുണ്ട്. 2-3 സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് ഈ പോണത് കേട്ടോ, കെട്ടി ഒരുങ്ങിയിട്ട്. പിന്നെ ഇന്ന് ആച്ചൂന് ലാസ്റ്റത്തെ എക്സാമാണ്. അപ്പോൾ ആച്ചൂനെയും കൂടെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്നാണ് ഷോപ്പിങ്ങിന് പോണത്. ആച്ചു +1-ലാണ്. അവൾക്ക് ലാസ്റ്റത്തെ എക്സാം ഇംഗ്ലീഷാണ് കേട്ടോ. മൂപ്പരാൾക്കാണെങ്കിൽ പിന്നെ എക്സാം കഴിയണേൻ്റെ ആ ഒരു റിലാക്സേഷനും പെരുന്നാളിൻ്റെ സന്തോഷവും മൊത്തത്തിലാണ് സ്കൂൾ
സ്കൂളിൽ പോയിട്ടുള്ളത്. പിന്നെ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നിട്ട് അവിടെ നിന്ന് നേരെ ഷോപ്പിങ്ങിന് പോവാമെന്ന്. അപ്പോൾ നമുക്ക് അച്ചുവിനെ പിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ഷോപ്പിങ്ങിന് പോവാം. പിന്നെ നമ്മുടെ റോഡ് പണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഞാനും ഉമ്മയാണെങ്കിൽ വെയിലത്ത് പോയി വന്നതിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ നിൽക്കുകയാണ്. ആ വരുന്ന ബസ്സിലാണ് നമ്മൾ പോണേ കേട്ടോ. ഇത് തൃശ്ശൂർ ബസ്സാണ്. നമ്മൾ മുന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ചെയ്ത സമയത്ത് നമുക്ക് തൃശ്ശൂർ ബസ്സാണ് കിട്ടിയത്. ഒട്ടും തിരക്കില്ലാത്ത നല്ല സുഖമായിരുന്നു പോകാനായിട്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. അയ്യോ, ഈ വീഡിയോൻ്റെ താഴെ ലിങ്ക് കൊടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഷോർട്സ് ആകുമ്പോൾ നമുക്ക് റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാമല്ലോ, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും കൂടെ ഇങ്ങനെ പോവാണ്, കാറ്റൊക്കെ കൊണ്ട്. കുറച്ച് നാളായി ബസ്സിലൊക്കെ പോയിട്ട്. ലാസ്റ്റ് പോയത് നമ്മുടെ ലാസ്റ്റ് ഷോപ്പിങ്ങിൻ്റെ അന്നാണ് പോയത്. അപ്പോൾ ഞാനും ഉമ്മയും കൂടെയും ഇങ്ങനെ പോവാണ്. പിന്നെ ഈ ഒരു സൈഡിൽ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് മാറി ഇരുന്നിട്ടുണ്ട്. ആ ഒരു സൈഡിലിരുന്ന് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ടയേർഡാവും. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ചാനലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഷോർട്സ് അല്ല അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല സ്പീഡിൽ എങ്ങനെ വളവളാന്നല്ല സംസാരിക്കുക. അപ്പോൾ ലോങ് വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ ഭയങ്കര സ്പീഡിൽ ശ്വാസം വിടാണ്ട് സംസാരിക്കുന്ന പോലെ? എനിക്ക് നൈസായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഷോർട്സിൽ നല്ല സ്പീഡിൽ സംസാരിച്ച് ശീലമായിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കമൻറ്റിൽ പറയട്ടാ. നിങ്ങൾ പറഞ്ഞാലല്ലേ നമ്മൾ അറിയുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് കുറേ കമൻ്റ് ഇടുന്നവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ എല്ലാവരും കമൻ്റൊക്കെ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും പറയണം കേട്ടോ. എന്നാൽ മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കാണോ അങ്ങനെ വെച്ചിട്ട് ഞാൻ പിന്നെ എടുക്കാണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോണ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ കാണുന്ന റോഡില്ലേ, ഇതിലെ നേരെ പോണ സമയത്താണ് എൻ്റെ ജെമാറ്റോ ഓഫീസ് ഇട്ടാ. ഞാൻ ടാലിയൊക്കെ പഠിച്ചത് അവിടെ നിന്നാണ്. അപ്പോൾ ഈ ഒരു വഴി കാണുമ്പോൾ എനിക്ക് എപ്പോഴും നൊസ്റ്റാണ് കേട്ടോ. നല്ല രസമായിരുന്നു ഇങ്ങനെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു നൊസ്റ്റു. പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ പോവാണ്. ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ഉണ്ട്. അങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ അവിടെ നിറച്ച് താമരയുള്ള കുളം കണ്ട്. അത് വീഡിയോ എടുത്തപ്പോഴത്തേനും ബസ് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ബസ്സിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പോണ പോലത്തെ ഒരു വീഡിയോ ഞാൻ എങ്ങനെയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ റോഡ് പണി നടക്കണ കാരണം നല്ല വെയിലും പൊടിയാണ് കേട്ടോ. പിള്ളേരൊക്കെ എങ്ങനെയാണോ സ്കൂളിൽ പോണത്. അങ്ങനെ ഞങ്ങൾ സ്കൂളെത്തിയിട്ടുണ്ട്. അപ്പോൾ ആച്ചുവിൻ്റെ എക്സാം കഴിഞ്ഞ് അവളുടെ ഫ്രണ്ട് ശ്രീവനായിട്ട് നടന്ന് വരികയാണ്. ഇതിപ്പോൾ രണ്ടാമത് പറഞ്ഞ് നടന്ന് വരുന്നതാണ് കേട്ടോ. ഒറിജിനലായിട്ട് വരുന്നതല്ല, പക്ഷെ നല്ല ആർട്ടിഫിഷ്യലായിട്ടാണ് അവർ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ ഒരു മരം ഒന്നുമില്ല. നമ്മൾ നല്ല വെയിലത്ത് നിന്നാൽ മാത്രം ബസ് കിട്ടുള്ളൂ. അങ്ങനെ കുറച്ചധികം നേരം വെയിൽ കൊണ്ട് നിന്ന് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഉമ്മാക്ക് ചെരുപ്പ് വാങ്ങാനാണ് പോണത്. നമ്മുടെ മുന്നത്തെ ഷോപ്പിങ്ങിൽ ഉമ്മാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മാക്ക് എടുക്കാനായിട്ട് നമ്മൾ അതേ കടയിൽ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് ഉമ്മാക്ക് ഇഷ്ടമുള്ള ചെരുപ്പൊക്കെ നോക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ എവിടേക്കാണ് പോയത്, ഈ നമ്മുടെ ലിപ്സ്റ്റിക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങണം എന്നൊക്കെ കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ വെയിലത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പ്ലാനിങ് ഒക്കെ ചെറുതായിട്ട് മാറി. എന്തെങ്കിലും കിട്ടിയത് വാങ്ങിയിട്ട് വേഗം വീടെത്തിയാൽ മതി എന്നായിട്ടോ. അങ്ങനെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോകാനായിട്ട് ബസ് കിട്ടാൻ കുറേ നേരം നിന്നിട്ടോ. പെരുന്നാളിൻ്റെ തിരക്കായ കാരണം ഒരു ബസ്സും നിർത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നിർത്തിയ ബസ്സാണെങ്കിലോ നല്ല സ്പീഡും നല്ല തിരക്കുള്ളൊരു ബസ്. എനിക്കാണെങ്കിൽ പിന്നെ ഡ്രൈവറിൻ്റെ തൊട്ട് ബാക്കിലായ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കയറി നിന്ന്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഉമ്മയുടെ ബാഗിൽ നിന്ന് തിരക്കായാലും എങ്ങനെയൊക്കെയോ ഫോൺ എടുത്തിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണെങ്കിൽ ആച്ചു പറയുന്നുണ്ട് ഫോൺ നിലത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ വ്ളോഗിങ്ങും കഴിയും, യൂട്യൂബ് ചാനലും പൂട്ടേണ്ടി വരും. അങ്ങനെ പിന്നെ ഞാൻ അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല. വേഗം വീഡിയോ എടുത്തിട്ട് ഫോൺ ബാഗിൽ തന്നെ വെച്ചു. പിന്നെ നമ്മൾ ചെറിയൊരു ഫുഡ് ഈറ്റിംഗ് ചാലഞ്ചൊക്കെ ചെയ്താലോ എന്നൊരു പ്ലാൻ ഉണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നൊക്കെ കമൻറ്റിൽ പറയട്ടാ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യണോണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ഫുഡ് ഈറ്റിംഗ് ചാലഞ്ചൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നേരത്തെ കണ്ട കടയില്ലേ, അത് നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ കടയാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം സാധനങ്ങളൊക്കെ വാങ്ങാറ്. അപ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. ആച്ചുവിനാണെങ്കിൽ എക്സാമിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. സത്യം ഞാനും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ സ്കൂളിലെ വിശേഷങ്ങൾ പറയാനേ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവളുടെ വിശേഷങ്ങളും കുറച്ച് തള്ളുകളൊക്കെ കേട്ടിട്ട് വീട്ടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് പിന്നെ നമ്മുടെ നോമ്പ് തുറയുടെ പരിപാടികളൊക്കെ ഉമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു മീൻ കറി വെക്കാൻ പോണ്. ആ മീനിൻ്റെ പേര് തളയാനോ അങ്ങനെ എന്താണ് പറഞ്ഞത്. പിന്നെ എനിക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഓരോ ക്രേവിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഇപ്പി തിന്നാനാണ് തോന്നണത്. അപ്പോൾ ഉമ്മ ഇപ്പിയും കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്.
നോമ്പ് തുറ കഴിഞ്ഞിട്ട് ഇപ്പി തിന്നാൻ പാടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഓരോ സമയത്ത് ഇങ്ങനെ ഓരോന്ന് തിന്നാൻ തോന്നും. നമുക്ക് നോമ്പെടുക്കണ സമയത്ത് അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മുടെ ഇപ്പി ഇവിടെ റെഡിയാവണുണ്ട്. പിന്നെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഖുർആൻ ഓതിയിട്ട് നമ്മുടെ വൈകിട്ട് ഇടാനുള്ള വീഡിയോൻ്റെ എഡിറ്റിങ്ങും പിന്നെ വോയിസ് ഓവർ കൊടുക്കലൊക്കെ ആയിരുന്നു പരിപാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോമ്പറക്കാനുള്ള ജ്യൂസ് ഷമാമാണ് കേട്ടോ ഒന്ന് ജ്യൂസ് അടിക്കണത്. അപ്പോൾ ജ്യൂസ് അടിയും കാര്യങ്ങളൊക്കെ ഉമ്മ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷമാമും പിന്നെ പാലും ഒഴിച്ചിട്ട് ഒരു ജ്യൂസാണ് ഉണ്ടാക്കണത്. പിന്നെ നമ്മുടെ പെരുന്നാളിന് വ്ളോഗ് എടുക്കണോ വേണ്ടേന്ന് നിങ്ങൾ കമൻറ്റിൽ പറയട്ടോ. വ്ളോഗ് എടുക്കാനൊക്കെ പ്ലാൻ ഉണ്ട്. ഒരു ഈദ് വ്ളോഗായിട്ട് ഇടാനായിട്ട് പ്ലാൻ ഉണ്ട്. നിങ്ങളെന്തായാലും കമൻറ്റിൽ പറയാം. പിന്നെ നമ്മൾ വറവൊന്നും പുറത്തുനിന്ന് വാങ്ങണില്ല. വറവൊന്നും വീട്ടിലുണ്ടാക്കണില്ല, പുറത്തുനിന്നാണ് വാങ്ങണേ. കാരണം എല്ലാ ദിവസവും ഉണ്ടാക്കൽ നമുക്ക് മുതലാവണ കേസല്ല. പിന്നെ ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ തടി വെക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വറവൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ. നോമ്പറന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിലുണ്ടാക്കണ സംഭവങ്ങളൊക്കെ തന്നെയാണ് കഴിക്കണത്. അല്ലെങ്കിലും ആദ്യത്തെ ആ ഒരു നോമ്പിൻ്റെ സമയത്ത്, നോമ്പ് തുറക്കണ സമയത്ത് കുറച്ച് ഇങ്ങനെ ലാവിഷായിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ മിനിമലായിട്ട് വരും. അപ്പോൾ കുറച്ച് സമൂസ, പിന്നെ ബീഫ് റോളല്ല ചിക്കൻ റോള്, പിന്നെ മുട്ട ബജി, ഇത്രയായിരുന്നു കേട്ടോ നമുക്ക് വറവ്. പിന്നെ നോമ്പ് തുറയുടെ ഐറ്റംസൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അത്രയും നേരം ഇല്ലാത്തൊരു തളർച്ച വരിക. അപ്പോൾ ഞാൻ കുറച്ച് നേരം മുകളിൽ പോയിരുന്നിട്ട് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ഷോർട്സ് ഇട്ടില്ലേ, അതിന് വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞ് ഞാൻ കപ്പിലൊഴിച്ച് വെക്കുന്നുണ്ട്. നമ്മൾ ഷമാമ ജ്യൂസ് അരിക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു ഷമാമിൻ്റെ പീസുകൾ കാണുന്നത്. ഇവിടെ ആർക്കും അരിച്ചിട്ട് ഇഷ്ടമില്ല, അരിക്കാണ്ടാണ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ജ്യൂസ് അടിയൊക്കെ കഴിഞ്ഞ് ടേബിളിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് ഇങ്ങനെ കാത്തിരിപ്പിൻ്റെ സമയങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ വ്ളോഗ് എങ്ങനെ എടുക്കണം, എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കണം എന്നുള്ളത് നിങ്ങൾ പറയട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം. അതുപോലെ ഫുഡ് ഈറ്റിംഗ് ചാലഞ്ചിൻ്റെ കാര്യം ആരും മറക്കണ്ട. അങ്ങനെ നോമ്പുതുറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നോമ്പുതുറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അത് തിന്നും ഇത് തിന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പിയൊക്കെ അങ്ങനെ തന്നെ മൂടി വെച്ചേക്കായിരുന്നു. പിന്നെ രാത്രിയായപ്പോൾ ഉമ്മ നല്ല മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻകറിയും റെഡി ആയിട്ടുണ്ട്. ചോറും ഞാൻ തിന്നാൻ മറന്നു കേട്ടോ. ഞാൻ എന്ന് നോമ്പ് തുറന്നു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒട്ടും പറ്റാറില്ല. നോമ്പ് തുറന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു വറവും പിന്നെ ഫ്രൂട്ട്സൊക്കെ തിന്നു കഴിയുമ്പോൾ തന്നെ വയറ് നിറയും. അങ്ങനെ ഞാൻ രാത്രി ഒരു 11 മണിയെങ്ങാണ്ടായപ്പോഴാണ് ചോറൊക്കെ തിന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് മീൻ വറുക്കുന്നുണ്ട്. ഈ ഒരു മീൻ കറി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു മീൻ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, നമ്മുടെ തളയാന്ന് പറഞ്ഞ മീൻ. പിന്നെ ആ മീൻ പൊരിക്കുന്നുണ്ട്, നല്ല അടിപൊളി മീനായിരുന്നു കേട്ടോ. പിന്നെ നേരത്തെ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സ്കിപ്പ് ചെയ്തിട്ടോ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് പോകാൻ പാടുള്ളൂ. കാരണം എനിക്ക് അറിയാനായിട്ടാണ്, നിങ്ങളുടെ ആ ഒരു ഒപ്പീനിയനും കൂടി എടുത്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ കുറച്ച് നേരം ഖുറാനൊക്കെ ഓതി കഴിഞ്ഞപ്പോൾ വാപ്പി വിളിച്ചിട്ടുണ്ടായിരുന്നു. വാപ്പി വൈമാളിയിൽ ഇരുന്നിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വാപ്പിയുടെ ഫ്രണ്ട് കണ്ണൻ ചേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സർപ്രൈസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആച്ചുവിൻ്റെ ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഫുൾ A+ കിട്ടുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ A+ കിട്ടുന്നതിന് മുന്നേ തന്നെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നേക്കാണ് കേട്ടോ. കണ്ണൻ ചേട്ടൻ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സർപ്രൈസുകളും കൊണ്ട് വരാറുണ്ട് കേട്ടോ. ഇനിയും ഇതുപോലത്തെ സർപ്രൈസുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ റാഗിയുടെ കുക്കീസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു പെട്ടി നിറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു ചോക്ലേറ്റ്സ് നോക്കണതിനും കൂടുതൽ നോക്കിയത് ആ ഒരു ബാസ്ക്കറ്റാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് എടുക്കാം. എന്തായാലും ഇത് ഞാൻ പൊക്കും. പിന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എൻഗേജിൻ്റെ ഒരു സ്പ്രേ ആണ്. നല്ല മണമുള്ള സ്പ്രേ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാൽക്കിസ്റ്റിൻ്റെ സാൻഡ്വിച്ചും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചീസിൻ്റെതും പിന്നെ ചോക്ലേറ്റുമാണ് കഴിച്ചിട്ടുള്ളത്. ഇതപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ട്രൈ ആണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് എന്തായാലും കമൻറ്റിൽ പറയാം. കാരണം നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം എനിക്ക് ഇനിയും ഇതുപോലുള്ള വ്ളോഗൊക്കെ എടുക്കാനായിട്ട്. നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോഴാണ് നമുക്കൊരു ഇനിയും വ്ളോഗ് എടുക്കാമെന്നുള്ളൊരു ആ ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പോൾ എന്തായാലും കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.